സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ പെരിയാനംപറ്റ മംഗലാംകുന്ന് ടൗണിൽ നിന്ന് നമുക്ക് പെരിയാനംപറ്റ ക്ഷേത്രത്തിൻ്റെ ഒരു 500 മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്താൻ പോകുന്നത്. നല്ല റോഡിട്ട വീടാണ്. 3.25 സെൻറ്റ് സ്ഥലവും ഒരു ഓട്ടുപരിയാണ്. പിന്നെ നമുക്ക് അതിന് വരുന്നത്, നമുക്ക് ഫ്രണ്ടിൽ വരുന്നത് ടാർ റോഡാണ്. എല്ലാ വാഹനങ്ങളും വരും. അത്രയും നല്ല വീതിയുള്ള റോഡാണ്. നമുക്ക് പെരിയാനംപറ്റ അമ്പലത്തിൽ നിന്ന് ഒരു 500 മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അടുത്ത വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ചെറുകടക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീട് തന്നെയാണ്. നല്ല ചുറ്റോളം നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലം തന്നെയാണ്. പിന്നെ അതായത് മംഗലാംകുന്ന് പെരിയാനംപറ്റ അമ്പലത്തിൽ നിന്ന് നമുക്കൊരു 500 മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി. അതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത് 5.5 ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. ഓണർ ചോദിച്ചിട്ടുള്ള വില ചെറിയ രീതിക്ക് നെഗോഷ്യബിൾ ആണ്. ചെറിയ രീതിക്ക് കേട്ടോ. അവർ 5.5 ലക്ഷം 6 ലക്ഷം റുപ്യാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ പറഞ്ഞു പിടിച്ചിട്ടാണ് 5.5 ഇതാണ്. അപ്പോൾ പിന്നെ നമുക്ക് അത് കുറച്ച് റീവർക്ക് ഉണ്ട്. അതായത് നമുക്ക് ഉള്ളിൽ തേപ്പ് കാര്യങ്ങൾ ചുറ്റളവും ഫ്രണ്ട് ഭാഗം മാത്രമേ കുറച്ച് തേച്ചിട്ടുള്ളൂ, തേപ്പ് പണി കഴിച്ചിട്ടുള്ളൂ. ബാക്കി ചുറ്റളവ് ഉള്ളിലും പിന്നെ നിലം പണി എല്ലാ പണിയും ഉണ്ട്. അതിൽ ചെറുകടക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു വീട് തന്നെയാണ്. അതിൽ 3.25 സെൻറ്റ് സ്ഥലമാണ് വരുന്നത്. നല്ല വലിയുള്ള സ്ഥലം തന്നെയാണ്. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു വീട് തന്നെയാണ്. ചെറുകടക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീട് തന്നെയാണ്. പിന്നെ നമുക്ക് അതിൽ ഓളോ ബ്രിക്സ് കൊണ്ടാണ് അത് ചുമര്. പിന്നെ നമുക്ക് ചെറുകടക്കാരൊക്കെ എടുത്തിട്ട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം. അതിനൊക്കെ പറ്റിയിട്ടുള്ള വീട് തന്നെയാണ്. ആരും വന്ന് താമസിക്കും. ചെറിയൊരു വീട് തന്നെയാണ്. നമുക്കിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കണമെങ്കിലോ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീട് തന്നെയാണ്. പിന്നെ അതിൽ പൈപ്പ് കണക്ഷനാണ്. അതുകൂടാണ്ട് പഞ്ചായത്തിൻ്റെ ബോറുണ്ട്, ബോർ വെള്ളമുണ്ട്. അപ്പോൾ അങ്ങനെ 2 ഇതായിട്ടുള്ള വെള്ളം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക, താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ബാക്കി ഡീറ്റെയിലൊക്കെ പറഞ്ഞു തരാം. ഓക്കെ.